Hi all, welcome to once. This is the Geotechnical Engineering 2 KTU question paper solution. So, we have December question paper. Okay. So, subject code 305 December 2022 scheme exam paper. Okay. So, we will session module 1 in discussion. Okay. So, we just exam pattern. We have two parts of the exam. Part A and Part B. Part A is 3 mark questions. 3 mark questions. Total 10 questions. So, we have 5 modules. 5 modules. Every module is 2 questions. Total 10 questions. So, total 30 marks ആണ് Part A യിൽ വരുന്നത്. അതുപോലെ Part B. Part B യിൽ വരുന്നത് എല്ലാതും 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അങ്ങനെ നമുക്ക് 5 മൊഡ്യൂൾസ് അതായത് 14 × 5 70 മാർക്സിനാണ് പാർട്ട് ബി യിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ 100 മാർക്സിനാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1ന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ മൊഡ്യൂൾ 1ൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് എർത്ത് പ്രഷറാണ്. എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അതിൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് പ്രഷറിൽ തന്നെ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ, ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ റാങ്കിൻസ് തിയറി വരുന്നുണ്ട്, കൂളംസ് തിയറി, എർത്ത് പ്രഷറിൻ്റെ തിയറീസ് തന്നെയാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻസിൻ്റെ ബേസിക് കാര്യങ്ങൾ കൂടെ ഇതിൽ വരുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫംഗ്ഷൻസ്, ടൈപ്സ്. നമുക്കറിയാം ബേസിക്കായിട്ട് 2 ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണുള്ളത് അല്ലേ, ഷാലോ ഫൗണ്ടേഷൻ അതുപോലെ ഡീപ്പ് ഫൗണ്ടേഷൻ. പിന്നെ അതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1ൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം പാർട്ട് എയിൽ ഈ മൊഡ്യൂൾ 1ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഒരു മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവുക. നോക്കാം. സോ നോക്ക്, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പാർട്ട് എയിൽ നിന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫൈൻ ആക്റ്റീവ് എർത്ത് പ്രഷർ, പാസീവ് എർത്ത് പ്രഷർ ആൻഡ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, മെൻഷൻ ഇറ്റ്സ് ഇക്വേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 3 സെലക്ഷൻ ക്രൈറ്റീരിയ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ എർത്ത് പ്രഷർ, ലാറ്ററൽ എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം. നോക്ക്, ആദ്യം എന്താണ് എർത്ത് പ്രഷർ എന്ന് പറയാം. ഓക്കെ, എർത്ത് പ്രഷർ ഈസ് ദ ലാറ്ററൽ എർത്ത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സോയിൽ ഓൺ എ ഷോറിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ സോയിൽ സ്ട്രക്ചർ ആൻഡ് ദ ഇൻറ്ററാക്ഷൻ ഓർ മൂവ്മെൻറ്റ് വിത്ത് ദ റീറ്റെയിനിങ് സിസ്റ്റം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു റീറ്റെയിനിങ് വാളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. സോ ഇങ്ങനെ നമ്മളൊരു റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തിനാണ് നമ്മൾ റീറ്റെയിനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിന് ബാക്കിൽ വരുന്ന ഒരു സോയിൽ ഫില്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് ഇവിടെ റീറ്റെയിൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോയിൽ മാസ് ഈ റീറ്റെയിൻ വാളിലോട്ട് ഒരു ലാറ്ററൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്ററൽ എർത്ത് പ്രഷർ അല്ലെങ്കിൽ സിംപ്ലി എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു 3 കാറ്റഗറീസാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. നോക്ക്, ഫസ്റ്റ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണ് പറയുന്നത്. വെൻ ദ വാൾ ഈസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ മെറ്റീരിയൽ ഈസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്, ദെൻ ദ പ്രഷർ അപ്ലൈഡ് ബൈ ദ മെറ്റീരിയൽ ഈസ് നോൺ ആസ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റീറ്റെയിൻ വാൾ ഉണ്ട്, അതിന് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ വരുന്ന സോയിൽ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരുന്നിട്ടുള്ള ഈ ഒരു എർത്ത് പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P0 എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു മൂവ്മെൻ്റ് ഉള്ള ഒരു കേസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ മൂവ്മെൻറ്റ് 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഈ ഒരു സോയിൽ ഫില്ല് ടുവാർഡ്സ് ദ റീറ്റെയിൻ വാൾ വരാം, അല്ല എന്നുണ്ടെങ്കിൽ സോയിൽ ഫിൽ അവേ ഫ്രം ദ റീറ്റെയിൻ വാൾ, ആ ഒരു രീതിയിലും വരാം. അതാണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത്. ഓക്കെ, നോക്ക്. സോ ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു റീറ്റെയിനിങ് വാൾ ഉണ്ട്. ഇതാണ് റീറ്റെയിനിങ് വാൾ. ഇവിടെ ഈ ഒരു ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് റീറ്റെയിനിങ് വാൾ. അതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് ഫില്ല് വരുന്നുണ്ട്. ബാക്ക് ഫില്ല് അത് സോയിലായിരിക്കും അധികം കേസിലും വരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് ഫില്ലിൽ നിന്ന് ഈ റീറ്റെയിനിങ് വാളിൻ്റെ മൂവ്മെൻറ്റ് എവേ ഫ്രം ബാക്ക് ഫില്ല് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് പറയുന്നത്, ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി. ആക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് അല്ലേ, ഈ ഒരു ക്യാപിറ്റൽ എ എന്നുള്ളതും എവേ ഫ്രം ബാക്ക് ഫിൽ ആക്റ്റീവ് എന്നുള്ള രീതിയിൽ അത് ഓർത്ത് വെക്കുക.
ഓക്കെ, അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, വെൻ ദ വാൾ മൂവ്സ് എവേ ഫ്രം ദ ബാക്ക് ഫിൽ ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ പ്രഷർ ഓൺ ദ വാൾ ആൻഡ് ദിസ് ഡിക്രീസ് കണ്ടിന്യൂസ് അണ്ടിൽ എ മിനിമം വാല്യൂ ഹാസ് റീച്ച്ഡ് after which there is no reduction in the pressure and the value will become constant. This kind of pressure is known as active earth pressure. Okay, അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റീറ്റേണിംഗ് വാൾ ഈ ബാക്ക് ഫില്ലിൽ നിന്ന് കുറച്ച് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ആ ലാറ്ററൽ എർത്ത് പ്രഷർ കുറയുന്നുണ്ട്. ആ കുറഞ്ഞ് ഒരു നിശ്ചിത വാല്യൂ എത്തുന്ന സമയത്ത് പിന്നീട് അത് ഒരു മിനിമം വാല്യൂയിലേക്ക് അത് അറ്റൈൻ ചെയ്യും. പിന്നീട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതാണ് എന്ത് ആക്റ്റീവ് എർത്ത് പ്രഷർ. അപ്പോൾ ആക്റ്റീവ് എർത്ത് പ്രഷർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് PA എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. അതിൽ തന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻറ്റും കൂടെ വരുന്നുണ്ട്. ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻ്റ് ആണ് KA. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് പാസീവ് എർത്ത് പ്രഷറാണ്. പാസീവ് എർത്ത് പ്രഷർ നോക്കാം. എന്താണ് പാസീവ് എർത്ത് പ്രഷർ? വെൻ ദ വാൾ മൂവ്സ് ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ. നേരത്തെ കേസിൽ നമ്മൾ എവേ ഫ്രം ദ ബാക്ക് ഫില്ലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റിട്ടേണിംഗ് വാൾ ഈസ് മൂവിങ് എവേ ഫ്രം ദ ബാക്ക് ഫില്ലായിരുന്നു ആക്റ്റീവ് എർത്ത് പ്രഷർ. ഇവിടെ പാസീവ് എർത്ത് പ്രഷറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, വെൻ ദ വാൾ മൂവ്സ് ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഓൺ ദ വാൾ അല്ലേ. സ്വാഭാവികമായിട്ടും ഈ ഒരു റിട്ടേണിംഗ് വാൾ ഇങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഓൺ ദ വാൾ ആൻഡ് ദിസ് ഇൻക്രീസ് കണ്ടിന്യൂസ് അണ്ടിൽ എ മാക്സിമം വാല്യൂ ഹാസ് റീച്ച്ഡ് ആഫ്റ്റർ വിച്ച് ദർ ഈസ് നോ ഇൻക്രീസ് ഇൻ ദ പ്രഷർ ആൻഡ് ദ വാല്യൂ വിൽ ബിക്കം കോൺസ്റ്റന്റ്. ദിസ് കൈൻഡ് ഓഫ് പ്രഷർ ഈസ് നോൺ ആസ് പാസീവ് എർത്ത് പ്രഷർ. ഓക്കെ, അപ്പോൾ ആ രണ്ട് രീതിയിലും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ നമ്മൾ പറയാറുള്ളത് KP എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എർത്ത് പ്രഷേഴ്സും പറഞ്ഞിട്ടുണ്ട്. അറ്റ് റെസ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ആക്റ്റീവ് എർത്ത് പ്രഷറും പറഞ്ഞു, പാസീവ് എർത്ത് പ്രഷറും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഇക്വേഷൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻസ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു P0 എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ PO എന്താണ്, ½ × K0 × γ h². അപ്പോൾ H കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈറ്റ് ഓഫ് ഫില്ലാണ്. ബാക്ക് ഫില്ല് എത്ര ഹൈറ്റാണ് വരുന്നത് വെച്ചാൽ അതാണ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഫില്ലിൻ്റെ യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ അത് സോയിലായിരിക്കും അധികം, മിക്കവാറും കേസ് സോയിൽ തന്നെയാണ് ഉണ്ടാവുക. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലാണ് എന്ത്, ഗാമ. ഓക്കെ, സോ ½ K0 × γ h². അതിൽ തന്നെ ഈ K0 ഈ ഒരു കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എന്താണ്, ഇറ്റ് ഈസ് 1 - sin φ ആണ് വരുന്നത്. അടുത്ത് നോക്ക്, ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്, PA = KA × γh. ഓക്കെ, KA × γh ആണ് വരുന്നത്. അതിൽ തന്നെ കെയുടെ വാല്യൂ എന്താണ്, 1 - sin φ / 1 + sin φ ആണ്. അടുത്തത് പാസീവ് എർത്ത് പ്രഷർ എന്താ, KP × γh. അതിൽ KPയുടെ വാല്യൂ 1 + sin φ / 1 - sin φ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 1/KA എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എല്ലാ അധിക ക്വസ്റ്റ്യൻസിലും നമുക്കത് ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് KA, അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻറ്റിൻ്റെ ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. മെൻഷൻ എനി 3 സെലക്ഷൻ ക്രൈറ്റീരിയ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. നമുക്കറിയാം പല ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാണ് പ്രധാനമായിട്ടും വരുന്നത്, നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ വരുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും വരുന്നുണ്ട്, ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ അതിൽ തന്നെ പല ടൈപ്സുകൾ വരുന്നുണ്ട്, നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം മാനദണ്ഡങ്ങൾ അല്ലേ, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനദണ്ഡങ്ങൾ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫൗണ്ടേഷന് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം ഫാക്ടേഴ്സാണ് അതിൽ വരുന്നത് എന്നുള്ളത്. നോക്ക്, ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു 3 ഫാക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക് എന്തൊക്കെയാണ്. ഒന്ന്, ലോഡ്സ് ഓഫ് സ്ട്രക്ചർ അല്ലേ. നമുക്കറിയാം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് അല്ലേ, ആ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സൂപ്പർ സ്ട്രക്ചറിലെ ലോഡ് താഴത്തോട്ട്, അതായത് സോയിലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക ഫൗണ്ടേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫാക്ടർ എന്ത് തന്നെയാണ്, ലോഡ്സ് ഓഫ് സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൽ വരുന്ന ലോഡുകൾ, അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുക. അടുത്ത് നോക്ക്, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി. ആ ഒരു സോയിലിന് എത്രത്തോളം
പ്രഷർ താങ്ങാൻ പറ്റും എന്നുള്ള ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു ടേമിനാണ് നമ്മൾ എന്ത് പറയുക, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുക. അതുപോലെ തന്നെ സോയിലിൻ്റെ ടൈപ്പ്, പല ടൈപ്പ് സോയിലും പല രീതിയിലാണ് നമ്മൾ ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്യുക. പ്രത്യേകിച്ച് ക്ലേ സോയിൽ, അതുപോലെ ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ അത് ഒരു സ്പെഷ്യൽ കേസസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ, വാട്ടർ ടേബിൾ ലെവൽ, അഡ്ജോയിനിങ് സ്ട്രക്ചർ ഓർ വാട്ടർ ബോഡീസ് ഓർ സ്ലോപ്സ്. പിന്നെ വരുന്നതാണ് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് എക്സ്ട്രീം വെതർ, എക്കണോമിക് ഡിസൈൻ. ഇത്രയും ഫാക്ടേഴ്സുകളാണ് നമുക്കതിൽ ഉള്ളത്. ഇതിലത്തെ 1-2 ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഫസ്റ്റ്, ലോഡ്സ് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഇൻ കേസ് ഓഫ് ലോ റൈസ് ബിൽഡിംഗ് ഷാലോ ഫൗണ്ടേഷൻ ഈസ് പ്രിഫേർഡ്. അപ്പോൾ ലോ റൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ അധികം നിലകളില്ലാത്ത, അധികം സ്റ്റോറീസ് ഇല്ലാത്ത ബിൽഡിങ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഷാലോ ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അല്ലെ, നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, അത് ഷാലോ ഫൗണ്ടേഷനാണ്. അതേ സമയത്ത് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഷാലോ ഫൗണ്ടേഷൻസ് കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ എന്തായാലും ഡീപ്പ് ഫൗണ്ടേഷൻസ് ആയിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ പിയർ ഫൗണ്ടേഷൻസോ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, for high rise building, deep foundation is required. Deep foundation is provided because ground at greater depth are highly compact. Okay, selection of materials such as brick, stone, steel and concrete for construction affect the selection of foundation. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ടൈപ്പ് മെറ്റീരിയലിനും ഓരോ ലോഡ്സുകളാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു എൻറ്റയർ ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് താഴെ വരുന്ന ഫൗണ്ടേഷനിലും ആ ഒരു ലോഡ് അഫക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ഫാക്ടർ നോക്കാം. അടുത്ത ഫാക്ടർ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ആണ്. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ എന്താണ് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി? ദ ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് സോയിൽ ടു സേഫ്ലി സപ്പോർട്ട് സ്ട്രക്ചറൽ ലോഡ്സ് വിത്തൗട്ട് സഫറിങ് ഷിയർ ഫെയിലിയർ ആൻഡ് ഇൻടോളറബിൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഒരു സോയിലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി എബിലിറ്റി ഓഫ് സോയിൽ ടു സേഫ്ലി സപ്പോർട്ട് സ്ട്രക്ചറൽ ലോഡ്. മാക്സിമം സ്ട്രക്ചറൽ ലോഡ് എത്രത്തോളം താങ്ങാൻ പറ്റും, അതിൻ്റെ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വിത്തൗട്ട് സഫറിങ് ഷിയർ ഫെയിലിയർ, അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റ് കൂടെ ഉണ്ടാകാൻ പാടില്ല. എന്താണ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഫൗണ്ടേഷന് താഴ്ന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയാം, സെറ്റിൽമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊരു ഫെയിലിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, an allowable bearing pressure of at least 100 kN per meter square or higher is effective for shallow foundations up to 4 stories. അപ്പോൾ 4 stories വരെയുള്ള ബിൽഡിങ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഷാലോ ഫൗണ്ടേഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് പറയുന്നത്, മിനിമം വാല്യൂ അറ്റ്ലീസ്റ്റ് 100 kN per meter square എങ്കിലും വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. So however, higher structures can consider a raft foundation provided that the modulus of subgrade reaction shall not be exceeded when calculated. ഓക്കെ, അപ്പോൾ ഹയർ സ്ട്രക്ചേഴ്സ് വരുന്ന സമയത്ത് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഫാക്ടറായിരുന്നു സോയിൽ ടൈപ്പ്. ഓക്കെ, എന്തൊക്കെയാണ് സോയിൽ ടൈപ്പിൽ പറഞ്ഞിട്ടുള്ളത്? സോയിൽ ടൈപ്പ്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ലൈക്ക് സാൻഡി സോയിൽ, ലൂസ് സോയിൽ, ക്ലേ സോയിൽ ആൻഡ് എക്സ്പാൻസീവ് സോയിൽ. പല ടൈപ്പ് സോയിലുകളുണ്ട്. അല്ല, നമ്മൾ ജിയോടെക്നിക്കൽ 1 അത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലേ സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലേ സോയിൽ ഹാസ് ഗ്രേറ്റ് കപ്പാസിറ്റി ഫോർ വാട്ടർ റിട്ടൻഷൻ. That is why great expansion and shrinkage are expected in this type of soil. അപ്പോൾ നമുക്കറിയാം അറ്റർബർഗ് ലിമിറ്റിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലേ സോയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ക്ലേ സോയിലിൻ്റെ ഒരു പ്രത്യേകത അല്ലേ, എന്താണ്, വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാട്ടർ റീറ്റെയിൻ ചെയ്യുന്ന സമയത്തും വാട്ടർ റിമൂവ് ആകുന്ന സമയത്തും വരുന്ന ആ ഒരു വോളിയം ചേഞ്ച് വളരെ സാരമായിട്ട് തന്നെ എന്ത് ചെയ്യും, ഫൗണ്ടേഷനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, as a result foundation structure can suffer from great settlement and uplift pressure. That is why clay soil is not desirable. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ലാത്തൊരു ടൈപ്പ് സോയിലാണ് ക്ലേ സോയിൽ. ഓക്കെ, അടുത്തത് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ഇസ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ ടൈപ്പ് ടു ബി ബിൽറ്റ് ഓൺ ക്ലേ സോയിൽ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ക്ലേ സോയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ, ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ അവിടെ കൊടുക്കുക, അത് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ചോയ്സ് ഓഫ് ഫൗണ്ടേഷൻ ഷുഡ് ബി മെയ്ഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓർ കൺസ്ട്രക്റ്റഡ് അറ്റ് ദ സൈറ്റ്. അപ്പോൾ ഓരോ സൈറ്റിൽ നമുക്ക് പല ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ഓരോ സൈറ്റിലും ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിലൊക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, എത്ര എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, the construction of different types of foundation requires labor of different skill set and different level of skill. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ടേബിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ വാട്ടർ ടേബിൾ ലെവൽ.
If the groundwater table is located below the formation level of the foundation, then a shallow footing like isolated or combined footing should be chosen. Moreover, for higher water table, raft or mat foundation should be proposed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ ഈ ഒരു വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് എത്രത്തോളം ഡെപ്തിലാണ് നമുക്ക് വാട്ടർ ടേബിൾ വരുന്നത്, ആ വാട്ടർ ടേബിൾ മുകളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ടേബിളിൻ്റെ ഡെപ്ത് കുറവാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടർ ടേബിൾ അത്യാവശ്യം താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഐസൊലേറ്റഡ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫൂട്ടിങ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൗണ്ടേഷൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ആണ്. ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, ഒന്ന് ലോഡ്സ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, സോയിൽ ടൈപ്പ്, ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ, വാട്ടർ ടേബിൾ ലെവൽ, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ പോയിന്റ്സ് ആണ് അഡ്ജോയിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ്, പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ പ്രത്യേകത്തിലുള്ള ഒരു അല്ലെങ്കിൽ പ്രത്യേക തരം ഫൗണ്ടേഷൻസിന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഡിസൈൻ, നമ്മൾ ഒരു ബിൽഡിംഗ് മാക്സിമം സേഫ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചെറിയ അല്ലെങ്കിൽ ചെറിയ സ്ട്രക്ചറിന് തന്നെ പൈൽ ഫൗണ്ടേഷൻസോ പിയർ ഫൗണ്ടേഷൻസോ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളവിടെ ആ ഒരു എക്കണോമി കൂടെ നോക്കേണ്ടതുണ്ട് അല്ലേ, ആ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാർട്ട് എയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാർട്ട് എയിൽ ഇപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു അല്ലേ, എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്, അതുപോലെ എർത്ത് പ്രഷർ, ആക്റ്റീവ് എർത്ത് പ്രഷറും പാസീവ് എർത്ത് പ്രഷറും അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസും പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഫൗണ്ടേഷൻസിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയാസും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് പാർട്ട് ബിയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിയിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫോർ എൻ എർത്ത് റീറ്റെയിനിങ് സ്ട്രക്ചർ ഷോൺ ഇൻ ഫിഗർ കൺസ്ട്രക്ട് എർത്ത് പ്രഷർ ഡയഗ്രാം ഫോർ ആക്റ്റീവ് സ്റ്റേറ്റ് ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് വാൾ. അപ്പോൾ പാർട്ട് ബിയിലത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ബിയിൽ നമുക്ക് 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലത്തെ എ പാർട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സോ അതൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്താ ചോദിച്ചിട്ടുള്ളത് നോക്ക്. ആദ്യം എർത്ത് പ്രഷർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വാൾ. ഈ 2 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ല, അത്യാവശ്യം ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു റീറ്റെയിനിങ് വാളുണ്ട്. ആ റീറ്റെയിനിങ് വാളിൻ്റെ അടുത്ത് എന്തുണ്ട്, ബാക്ക് ഫില്ലും വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് ഫില്ലിൽ തന്നെ നമുക്ക് ഇവിടെ വാട്ടർ ടേബിൾ വരുന്നുണ്ട് അല്ലേ, വാട്ടർ ടേബിൾ ഈ ഒരു ലെവലിലേക്ക് വാട്ടർ ടേബിൾ വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഈ ഒരു ഫില്ലിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12 മീറ്ററാണ്, 12 മീറ്ററാണ്. അതിൽ ടോപ്പ് സർഫസിൽ നിന്ന് 2 മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്, വാട്ടർ ടേബിൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡ്രൈ ആയിട്ട് ഇവിടെ ഇത്രയും ഏരിയാസ് വരുന്നുണ്ട്, അപ് ടു 2 മീറ്റർ ഡ്രൈ ആണ്. പിന്നെ അതിന് ശേഷമാണ് എന്ത്, വാട്ടർ ടേബിൾ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ബാക്ക് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാൻഡ് തന്നെയാണ്. സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഷിയറിംഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് 32 ഡിഗ്രി എന്ന് പറഞ്ഞ് അതും തന്നിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സർചാർജ് കൂടെ വരുന്നുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 kN per meter square ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു എർത്ത് പ്രഷർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വാൾ. ഈ 2 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്ക്, ജസ്റ്റ് വേണമെങ്കിൽ ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. റഫായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മീറ്റർ ആണ്. അതിൽ 2 മീറ്ററിലോട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, വാട്ടർ ടേബിൾ അല്ലേ, വാട്ടർ ടേബിൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് താഴത്തേക്ക് 10 മീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അതിനും പോലെ തന്നെ ഇവിടെ മുകളിൽ സർചാർജ് കൂടെ വരുന്നുണ്ട്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ 16 ആണ് വന്നിട്ടുള്ളത്, 16 kN per meter square. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒന്ന് ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈ ഡെൻസിറ്റി, ആ ഒരു സാൻഡിൻ്റെ ഡ്രൈ ഡെൻസിറ്റി അറിയണം. അതുപോലെ തന്നെ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗാമ ഡാഷ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കെ എ കാണാം. അപ്പോൾ കെ എയുടെ ഇക്വേഷൻ എന്താണ്? ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പാർട്ട് എയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ എ ഈക്വൽ ടു 1 - sin phi by 1 + sin phi ആണ്. 1 - sin phi by 1 + sin phi. അപ്പോൾ ഫൈൻ്റെ വാല്യൂ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് അത്? 32 ഡിഗ്രി ആണ്. 32 ഡിഗ്രി. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 1 - sin 32 ഡിവൈഡഡ് ബൈ 1 + sin 32. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.307 ആണ്. 0.307. sin 13യുടെ വാല്യൂ നമുക്ക് അറിയാമല്ലേ? ഡയറക്റ്റ് നമുക്കറിയാം അത് 1/2 ആണ്. അതേസമയത്ത് sin 32 നമുക്ക് കാണാതെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡ്രൈ ഡെൻസിറ്റി കാണാം. ഡ്രൈ ഡെൻസിറ്റി അല്ലേ? ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡ്രൈ ഡെൻസിറ്റി ഈക്വൽ ടു G gamma W ഡിവൈഡഡ് ബൈ 1 + E. G gamma W by 1 + E ആണ്. സോ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ ആണ് അല്ലേ? അല്ലെങ്കിൽ ഓരോ ടേംസ് ഒന്ന് എഴുതാം. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ. അതുപോലെ ഗാമ ഡബ്ല്യു അല്ലെ? ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജിയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോയിഡ് റേഷ്യോയും ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. പിന്നെ ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ നമുക്കറിയാം 9.81 ആണ്. കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ജിയുടെ വാല്യൂ 2.65 ആണ്. അതുപോലെ തന്നെ വോയിഡ് റേഷ്യോയുടെ വാല്യൂ എന്താണ്? അത് 0.55 കൂടെയാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 2.65 × 9.81 ഡിവൈഡഡ് ബൈ 1 + 0.55. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16.772 ആണ്. ഓക്കെ, യൂണിറ്റ് kN/m². നേരത്തെ പറഞ്ഞു സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. സോ ഗാമ സബ് ഈക്വൽ ടു എന്താണ്? ഗാമ സബ് ഈക്വൽ ടു അല്ലെങ്കിൽ ഗാമ ഡാഷ് ഈക്വൽ ടു അല്ലേ? ഗാമ ഡാഷ് ഈക്വൽ ടു എന്താണ്? G - 1 × ഗാമ ഡബ്ല്യു ബൈ 1 + E. സോ നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻസും അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ G - 1 × ഗാമ ഡബ്ല്യു ബൈ 1 + E ഇക്വേഷനിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 2.65 - 1 × 9.81 ഡിവൈഡഡ് ബൈ 1 + 0.55. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10.44 kN/m² ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എർത്ത് പ്രഷർ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. എർത്ത് പ്രഷർ ഡയഗ്രാം എങ്ങനെ വരുന്നത്? ടോട്ടൽ നമുക്കറിയാം 12 മീറ്റർ ആണ്. അതിൽ അപ് ടു 2 മീറ്ററിലാണ് വാട്ടർ ടേബിൾ വന്നിട്ടുള്ളത് അല്ലേ? ബാക്കി 10 മീറ്റർ ആണ് ഉള്ളത്. സോ ഇവിടെ സർചാർജ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ 16 ആണ്. 16 kN/m². ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റഫായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എർത്ത് പ്രഷർ ഡയഗ്രാം? ഇത് സർചാർജ് കാരണമുള്ളത് വരും. അതിനും പുറമെയാണ് എന്ത് വരുന്നത്? അപ് ടു വാട്ടർ ടേബിൾ അല്ലേ? നമുക്ക് വരുന്നത്
അതിൽ തന്നെ വരുന്ന കാര്യമാണ് ഇങ്ങനെ ടോട്ടൽ 5 പാർട്ടായിട്ടാണ് നമുക്ക് എർത്ത് പ്രഷർ ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? PA1 എന്ന് മാർക്ക് ചെയ്യാം. PA1. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് PA2. ഓക്കെ, അപ്പോൾ ഇത് PA3. അപ്പോൾ PA3യും PA2വും സെയിം തന്നെയാണ് വരുന്നത്. PA2 ആൻഡ് PA3 ഈസ് സെയിം. ഓക്കെ, ഇത് PA1 കേട്ടോ. ആക്റ്റീവ് എർത്ത് പ്രഷറാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓരോ പോയിന്റ് ഇൻറ്റൻസിറ്റി ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഓക്കെ, ഇനി ഇത് PA4, ലാസ്റ്റ് PA5. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ വാല്യൂസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആക്റ്റീവ് എർത്ത് പ്രഷർ ഡയഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് PA1. ഓക്കെ, PA1ൻ്റെ ഇക്വേഷൻ എന്താണ്? PA1 ഈക്വൽ ടു KA ഇൻറ്റു Q. KA ഇൻറ്റു Q. സോ നമ്മൾ KA അല്ലെങ്കിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻറ്റ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? എത്രയായിരുന്നു അതിൻ്റെ വാല്യൂ? 0.307 ആയിരുന്നു അല്ലേ? 0.307 ആണ് KA. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? 0.307 ഇൻറ്റു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് അവിടെ വന്നിട്ടുള്ള ആ സർചാർജിൻ്റെ വാല്യൂ ആണ്. സർചാർജിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് 16 ആണ്. 16. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4.9 ആണ് വരുന്നത്. 4.9 kN/m. ഓക്കെ, kN/m² കേട്ടോ. പ്രഷറിലാണ് നമ്മൾ പറയുന്നത്, kN/m². ഓക്കെ, അപ്പോൾ PA1 നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഓർഡിനേറ്റിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് എത്രയാണ്? ദാറ്റ് ഈസ് 4.9. ഓക്കെ, അടുത്തത് PA2. PA2യുടെ ഇക്വേഷൻ എന്താണ്? KA ഇൻറ്റു ഗാമ ഡി ഇൻറ്റു H1. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സാൻഡ് അല്ലേ, സാൻഡിൻ്റെ ഇത്രയും ഭാഗത്ത് അത് ഡ്രൈ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതിന് താഴത്തോട്ടാണ് എന്ത് വരുന്നത്? വാട്ടർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് യൂണിറ്റ് വെയിറ്റ് എടുക്കേണ്ടത് അത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡി നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? വാല്യൂ എത്രയായിരുന്നു ഗാമ ഡിയുടെ വാല്യൂ? അത് 16.772 അല്ലെങ്കിൽ 16.772. ഓക്കെ, ഇക്വേഷൻ എന്തായിട്ട് മാറി? 0.307 ഇൻറ്റു 16.772 ഇൻറ്റു H1. അപ്പോൾ H1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലേ? ഈ ഒരു ഹൈറ്റ് നമുക്ക് അറിയാതെ എത്രയാണ്? ഇറ്റ് ഈസ് 2 മീറ്റർ ആണ്. സോ ഇൻറ്റു 2. അപ്പോൾ ആ വാല്യൂ വരുന്നത് അറൗണ്ട് 10.3 ആണ്. 10.3 kN/m². ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, PA3 കാണാനുണ്ടല്ലേ? PA3 നമ്മൾ നേരത്തെ ഫിഗർ വരച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? PA3 ഈസ് ഈക്വൽ ടു PA2. സോ ദാറ്റ് ഈസ് 10.3 kN/m². ഓക്കെ, ഇനി അടുത്തത് PA4 ആണ്. ഓക്കെ, PA4 നമുക്ക് അടുത്ത പേജിലേക്ക് വരക്കാം. PA4. സോ PA4 ഈക്വൽ ടു KA ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു H2 ആണ്. KA ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു H2. സോ ഗാമ ഡാഷ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് അത് എത്രയായിരുന്നു? അത് 10.44 ആണ്. 10.44. അതുപോലെ തന്നെ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് ഇത് H1 ആണ്. അപ്പോൾ ഇത് H1 ആണെങ്കിൽ പിന്നെ ബാക്കി വരുന്നതാണ് H2. സോ H2യുടെ വാല്യൂ വരുന്നത് 10 മീറ്റർ ആണ്. ഓക്കെ, 10 മീറ്റർ. സോ ഇക്വേഷൻ എന്തായിട്ട് മാറി? 0.307 ഇൻറ്റു 10.44 ഇൻറ്റു 10 അല്ലേ? ഈ രീതിയിലാണ് അത് വരിക. സോ അതിൻ്റെ വാല്യൂ വരുന്നത് 32.05 kN/m². സോ PA4 കൂടെ കിട്ടി. നമുക്ക് ഒന്നുകൂടെ കിട്ടാനുള്ളത് എന്താണ്? PA5 ആണ്. സോ PA5 ഈക്വൽ ടു ഗാമ W ഇൻറ്റു H2. സോ ഗാമ Wയുടെ വാല്യൂ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് 9.81 ഇൻറ്റു H2 ദാറ്റ് ഈസ് 10 മീറ്റർ. സോ 98.1 kN/m² എന്നാണ് ആ വാല്യൂ വരുന്നത്. സോ നമുക്ക് എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട് അല്ലേ?
PA1 കിട്ടി, PA2 കിട്ടി, PA3, PA4, PA5 എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ 2 ക്വസ്റ്റ്യനാണ് ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് കൺസ്ട്രക്ട് എർത്ത് പ്രഷർ ഡയഗ്രാം, അത് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഓർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡിനേറ്റ്സ് എന്ത് ചെയ്യാം, ആ ഒരു ഫിഗറിലോട്ട് മാർക്ക് ചെയ്യും. അടുത്തത് ഫൈൻഡ് ദ ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വാൾ എന്നാണ് ചോദ്യം. നമുക്ക് ആ ടോട്ടൽ ത്രസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ PA1 വരുന്ന ആ ഒരു കമ്പോണൻറ്റിന് അവിടെ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റിന് P1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ വേറെ കളറിൽ മാർക്ക് ചെയ്യാം. സോ ഇത് P1, ഇനി ഇത് P2, അതുപോലെ ഇത് P3, ഇത് P4 ആൻഡ് ലാസ്റ്റ് വൺ ദറ്റ് ഈസ് P5. സോ ടോട്ടൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ ഓരോ കമ്പോണൻറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അത് ടോട്ടലായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ത്രസ്റ്റ് പെർ, അല്ലെങ്കിൽ ആ ടോട്ടൽ ത്രസ്റ്റ് ഓൺ ദാറ്റ് വാൾ നമുക്ക് കിട്ടും. സോ എങ്ങനെ കണ്ടെത്താം നോക്കും. ഫസ്റ്റ് നമുക്ക് P1 നോക്കാം, ത്രസ്റ്റ് 1. ഓക്കെ, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ആ ഫിഗറിലുള്ള ഏരിയ കണ്ടെത്തിയാൽ മതി അല്ലേ. ഫിഗറിലുള്ള ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും, നമുക്ക് P1 എങ്ങനെ കിട്ടും, ജസ്റ്റ് ഈ PA1 ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഹൈറ്റ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ ഹൈറ്റ് എടുക്കേണ്ടതുണ്ട്. സോ PA1 ഇൻറ്റു H, PA1 ഇൻറ്റു H. സോ PA1ൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു, 4.9 ആണ്. സോ 4.9 ഇൻറ്റു 12. ഓക്കെ, ആൻസർ വരുന്നത് 58.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അത്രയും ത്രസ്റ്റാണ് P1 കൊണ്ട് വരുന്നത്. അടുത്തത് P2. സോ P2 നോക്ക്, ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരുന്നു P1ൻ്റെ കേസിൽ. ഇനി P2യുടെ കേസിൽ അത് എന്താണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് അല്ലേ. നോക്ക് P2, ഇതാണ് P2, 3 ഏരിയ. അപ്പോൾ അതെന്ത് വരും, ഈ ഒരു ഓർഡിനേറ്റ് അല്ല, ഈ ഓർഡിനേറ്റ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് P2 അല്ലെങ്കിൽ PA2 എത്രയാണ്, 10.3 ആണ്. ഈ ഒരു ഹൈറ്റ് നമുക്കറിയാം, അത് 2 മീറ്റർ ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് ഇൻറ്റു PA2 ഇൻറ്റു H1 അല്ലേ, H1 ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു PA2യുടെ വാല്യൂ അത് 10.3 ആയിരുന്നു, ആൻഡ് H1 അത് 2 മീറ്റർ ആണ്. സോ അത് ചെയ്യുമ്പോൾ 10.3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഇനി P2 അതുപോലെ തന്നെ PA2 അതുപോലെ PA3 സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി P3. സോ P3 നോക്കുക, അഗെയിൻ അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ. P3 ഈക്വൽ ടു എന്താണ്, PA3 ഇൻറ്റു H2. സോ PA3 ഇൻറ്റു H2 ആണ് വരുന്നത്. PA3യുടെ വാല്യൂ PA2ക്ക് ഈക്വൽ ആണ്. സോ ദിസ് 10.3 ഇൻറ്റു എന്ത് വരും, 10 എന്ന് വരും. സോ 103 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്തത് P4. P4 അഗെയിൻ എന്താണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് അല്ലേ. ഇതാണ് P4, ട്രയാങ്കുലർ ഷേപ്പാണ്. സോ എന്താ വരുന്നത്, ഹാഫ് ഇൻറ്റു PA4 ഇൻറ്റു H2. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു PA4യുടെ വാല്യൂ എന്താണ്, 32.05 ആണ്. 32.05 ഇൻറ്റു 10. ഓക്കെ, ആൻസർ വരുന്നത് 160.25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി അടുത്തത് P5, ലാസ്റ്റ് വൺ ആണ് P5 അല്ലേ. അതൊരു ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഹാഫ് ഇൻറ്റു PA5 ഇൻറ്റു H2. സോ എന്ത് വരും, ഹാഫ് ഇൻറ്റു PA5യുടെ വാല്യൂ എന്തായിരുന്നു, അത് 98.1 ആയിരുന്നു. 98.1 ഇൻറ്റു 10. സോ 98.1 ഇൻറ്റു 5 എന്ന് വരും. ആൻസർ വരുന്നത് 490.5 ആണ്. സോ നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട്. ഇനി ടോട്ടൽ ത്രസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇത് ടോട്ടലായിട്ട് ആഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ ത്രസ്റ്റ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 പ്ലസ് P5. ഓക്കെ, അപ്പോൾ വാല്യൂസ് വരുന്നത് ഫസ്റ്റ് വൺ 58.8 ആയിരുന്നു. 58.8 പ്ലസ് 10.3 പ്ലസ് 103 പ്ലസ് 160.25 പ്ലസ് 490.5. ഇത് മൊത്തം നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ത്രസ്റ്റ് കിട്ടും. ടോട്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ വരുന്നത്
678.85 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 കാര്യങ്ങൾ ചോദിച്ചു, ആ 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എർത്ത് പ്രഷർ ഡയഗ്രാം വരയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് വാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എർത്ത് പ്രഷർ ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓരോ ഓർഡിനേറ്റിന് വാല്യൂ കൂടെ ഇതിൽ ആഡ് ചെയ്യുക കേട്ടോ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടോട്ടൽ ത്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഓരോന്നിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് അത് മൊത്തം ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വാൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്, നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പാർട്ട് ബിയിൽ വന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് എ നീറ്റ് സ്കെച്ച് ഓഫ് വെൽ ഫൗണ്ടേഷൻ മാർക്ക് ദ വേരിയസ് കോമ്പണൻസ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഒരു വെൽ ഫൗണ്ടേഷൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വേരിയസ് കമ്പോണൻസ് മാർക്ക് ചെയ്യാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് വെൽ ഫൗണ്ടേഷൻ? നമുക്കറിയാം പല ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽപ്പെട്ട ഫൗണ്ടേഷൻസ് ആണ് എന്ത്? ഒന്ന് ഷാലോ ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ഡീപ്പ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഒരു കേസാണ് എന്ത്? വെൽ ഫൗണ്ടേഷൻ. പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ. സോ നമുക്ക് ആദ്യം എന്താണ് വെൽ ഫൗണ്ടേഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, നോക്ക് എന്താണ് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ ഇസ് ദ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ വിച്ച് ഈസ് മെയിൻലി എക്യുപ്ഡ് ബിലോ ദ വാട്ടർ ലെവൽ ഫോർ ബ്രിഡ്ജസ്. അപ്പോൾ പ്രധാനമായിട്ടും ബ്രിഡ്ജുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷൻ ഇസ് ദ സെയിം ആസ് ആൻ ഓപ്പൺ കേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ഓൺ ദ ഡ്രൈ ബെഡ് ഓർ ആഫ്റ്റർ മേക്കിംഗ് എ സാൻഡ് ഐലൻഡ്. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഫിഗർ വരച്ചിട്ട് കമ്പോണൻറ്റ് പാർട്സ് മാർക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഉണ്ടോ? ഇതാണ് ഒരു വെൽ ഫൗണ്ടേഷൻ്റെ ആക്ച്വൽ കേസ് അല്ലെങ്കിൽ ഒരു പിക്ചർ എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് എക്സാമിന് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫിഗർ കൂടെ കാണിക്കാം. എക്സാമിന് നമുക്ക് ഈ ഒരു ഫിഗറാണ് നിങ്ങൾ നിർബന്ധമായിട്ടും വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം കമ്പോണൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്ക്. നമുക്ക് ഏറ്റവും ടോപ്പിൽ എന്തുണ്ട്? ഒരു വെൽ ക്യാപ്പ് വരുന്നുണ്ട്. ആ വെൽ ക്യാപ്പിലോട്ടാണ് എൻറ്റയർ ലോഡ്, അബട്ട്മെൻറ്റിൻ്റെ ലോഡ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് 2 വാൾസുകൾ, 2 സൈഡിൽ 2 വാൾ വരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്, ശരിക്കും അത് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സർക്കുലർ ഷേപ്പിന് കട്ട് ചെയ്തതാണ് ഇവിടെ 2 വാൾസ് ആക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 2 വാൾസ്. അപ്പോൾ ആ വാൾസിനെ നമ്മൾ പറയുന്നത് സ്റ്റെയിനിങ് വാൾ എന്നാണ്. സ്റ്റെയിനിങ് വാൾ. ഓക്കെ, അതുപോലെ തന്നെ ആ വാളിന് താഴെ എന്തുണ്ട്? ഒരു കെർബ് കൊടുത്തിട്ടുണ്ട്. ആ കെർബിന് താഴെ കട്ടിങ് എഡ്ജ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു വെല്ല് സിങ്കിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു വെല്ല് ഇങ്ങനെ ഭൂമിയിലേക്ക് അടിയിലേക്ക് താഴ്ത്താണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കട്ടിങ് എഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ടിങ് എഡ്ജ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെപ്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഏറ്റവും താഴെ ബോട്ടം പ്ലഗ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ബോട്ടം പ്ലഗ്. ബോട്ടം പ്ലഗ് നോർമലി നമ്മൾ കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതിന് ശേഷം ഇത്രയും ഭാഗത്ത് സാൻഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എർത്ത് ഫില്ല് വെച്ചിട്ട് ഫില്ല് ചെയ്യും. സോ സാൻഡ് ഫില്ലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കോൺക്രീറ്റിംഗ് ആണ് ചെയ്യുക. സോ അതിന് നമ്മൾ ടോപ്പ് പ്ലഗ് എന്ന് പറയും. സോ 2 പ്ലഗുകളുണ്ട്, ഒന്ന് ബോട്ടം പ്ലഗും ടോപ്പ് പ്ലഗും. അപ്പോൾ ടോപ്പ് പ്ലഗ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ടോപ്പ് പ്ലഗ് കാസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് വെൽ ക്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ആ വെൽ ക്യാപ്പിലോട്ടാണ് എൻറ്റയർ ലോഡ് വരുന്നത്. സോ ബ്രിഡ്ജിൻ്റെ പിയറൊക്കെ ഇങ്ങോട്ടേക്കാണ് വരിക, ബ്രിഡ്ജ് പിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വെൽ ഫൗണ്ടേഷൻ്റെ കമ്പോണൻറ്റ് പാർട്സ്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, പല എക്സാമുകളിലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഈ ഒരു വെൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റു കാര്യമാണ് ഒന്ന് വെൽ സിങ്കിങ് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ആൻഡ് ടിൽറ്റിംഗ് ഓഫ് വെൽ, ഇതുകൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ കൂടെ നോക്കാം. സെയിം ഫിഗർ തന്നെയാണ്, വേറൊരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. എന്താണ് കമ്പോണൻസ് ഓഫ് വെല്ല്? മുകളിൽ ഒരു പിയർ കൊടുത്തിട്ടുണ്ട്, പിയറിന് താഴെ വെൽ ക്യാപ്പ്, നേരത്തെ പറഞ്ഞ പോലെ അതിന് താഴെ ടോപ്പ് പ്ലഗ് ഉണ്ട്. ടോപ്പ് പ്ലഗിന് താഴെ അല്ലെങ്കിൽ ടോപ്പ് പ്ലഗ് എവിടെ നിൽക്കുന്നത്? 2 സ്റ്റെയിനിങ് വാളിൻ്റെ ഇടയിലാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റെയിനിങ് വാൾ.
പിന്നെ അതിനകത്ത് സാൻഡ് ഫില്ലിംഗ് ആണ് വരുന്നത്. പിന്നെ താഴെ ബോട്ടം പ്ലഗ് ഉണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റെയിനിങ് വാളിൻ്റെ താഴെ കർബ് അതുപോലെ തന്നെ കട്ടിംഗ് എഡ്ജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ 2 ക്വസ്റ്റ്യൻസ്. പാർട്ട് ബിയിലത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. സോ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ സെറ്റ്. എന്തൊക്കെയാണ്? 2 ക്വസ്റ്റ്യനുകളാണ് നേരത്തെ കണ്ട പോലെ തന്നെ. ഇവിടെ 2 ക്വസ്റ്റ്യൻ അല്ല 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന് ഒരു പ്രോബ്ലം ആണ്, രണ്ടാമത്തത് തിയറിയാണ്, മൂന്നാമത്തതും ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എത്ര മാർക്കിൻ്റെ? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എ സ്മൂത്ത് റീറ്റേണിംഗ് വാൾ 6 മീറ്റർ ഹൈ റീറ്റെയിൻസ് ഡ്രൈ ഗ്രാനുലാർ ബാക്ക്ഫിൽ വെയിങ് 16 kN/m³ ടു ഇറ്റ്സ് ലെവൽ സർഫസ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ അത് ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ആക്റ്റീവ് ത്രസ്റ്റ് ഓൺ ദ ഫാൾ അല്ല വാളാണ്, ഓൺ ദ വാൾ ഈസ് 96 kN/m of wall. What will be the total active thrust if the water table comes up to backfill surface? Take specific gravity of backfill as 2.65. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു എർത്ത് പ്രഷർ ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്താം? ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യൻറ്റ് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹിൻ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ദ ആക്റ്റീവ് ത്രസ്റ്റ് ഓൺ ദ വാൾ അല്ലേ. ആക്റ്റീവ് ത്രസ്റ്റ് ഓൺ ദ വാൾ എത്രയാണ്? അത് 96 kN/m ആണ്. 96 kN/m. സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്റ്റീവ് ത്രസ്റ്റിൻ്റെ PA1 അല്ലേ. PA1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു KA ഇൻറ്റു ഗാമ ഡി ഇൻറ്റു H². ഇതാണ് ഇക്വേഷൻ. ഗാമ ഡി ഇൻറ്റു H². സോ ഗാമ ഡി ആണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. എന്താണ്? ഡ്രൈ ഗ്രാനുലാർ ബാക്ക് ഫിൽ വെയിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ വാല്യൂ? ഇത് 16 kN/m³ ആണ്. സോ ഗാമ ഡിയുടെ വാല്യൂ ഗാമ ഡി ഈക്വൽ ടു 16 kN/m³ ആണ് ഗാമ ഡി. ഓക്കെ, അതുപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീറ്റേണിംഗ് വാളിൻ്റെ ഹൈറ്റ് ആണ്. റീറ്റേണിംഗ് വാളിൻ്റെ ഹൈറ്റ്. കെ നമുക്ക് അറിയോ? ഇല്ല, കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ PA1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 96 kN/m ആണ് അല്ലെ. ആ ത്രസ്റ്റിൻ്റെ വാല്യൂ ആണ്. നമുക്ക് നേരത്തെ നമ്മൾ കെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് 5 തന്നിട്ടുണ്ടായിരുന്നു. 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 - sin φ / 1 + sin φ എന്ന് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 5 തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കെ കണ്ടെത്തുന്നത്. സോ എന്താണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? 96 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു KA ഇൻറ്റു 16 ഇൻറ്റു 6². ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. കെ നമുക്ക് കിട്ടുന്നത് ദറ്റ് ഈസ് 0.33 ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് എഴുതാം? 1/3 എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഗാമ സാച്ചുറേറ്റഡിൻ്റെ വാല്യൂ അറിയണം. ഗാമ സാച്ചുറേറ്റഡിൻ്റെ വാല്യൂ അറിയണം. സോ ഗാമ സാച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? ദറ്റ് ഈസ് G plus E ഇൻറ്റു ഗാമ ഡബ്ല്യു. ഗാമ ഡബ്ല്യു ബൈ 1 + E. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾ നോക്കാം. ഇക്വേഷനിൽ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിലാണ്, അത് നമുക്കറിയാം. അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോയിഡ് റേഷ്യോ ആണ്. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അറിയില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല അല്ലേ. നമുക്ക് G തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ ആണ് 2.65. ഇനി ഗാമ ഡബ്ല്യു നമുക്ക് കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. ഇറ്റ് ഈസ് 9.81 ആണ്. സോ നമുക്ക് E കാണേണ്ടതുണ്ട് അല്ലേ. E കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാം? സോ ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. ഡ്രൈ ഡെൻസിറ്റി എന്താണ്? G ഗാമ ഡബ്ല്യു ബൈ 1 + E ആണ്. G ഗാമ ഡബ്ല്യു ബൈ 1 + E. ഓക്കെ, 1 + E. അപ്പോൾ ഗാമ ഡിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. 16 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോയിഡ് റേഷ്യോയുടെ വാല്യൂ കിട്ടും. സോ ഗാമ ഡി ഈക്വൽ ടു എന്താണ്? 16 ആണ്. 16 ഈക്വൽ ടു 2.65 ഇൻറ്റു 9.81 ഡിവൈഡഡ് ബൈ 1 + E. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ അല്ലെങ്കിൽ വോയിഡ് റേഷ്യോയുടെ വാല്യൂ കിട്ടും. എത്രയാണ് വരുന്നത്? അത് 0.625 ആണ്. 0.625. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വോയിഡ് റേഷ്യോയുടെ വാല്യൂ തരാറുണ്ട്. ഇനി വേറെ ചില ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പോറോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ പോറോസിറ്റിയുടെ വാല്യൂ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വോയിഡ് റേഷ്യോ കാണുന്നത്? സോ അതിനൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എന്താണ്? E = n/1 - n. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഗാമ സാച്ചുറേറ്റഡ് കാണാം.
ഗാമ സാച്ചുറേറ്റഡ് ഈക്വൽ ടു ജിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ദാറ്റ് ഈസ് 2.65 പ്ലസ് 0.625 0.625 ഇൻറ്റു 9.81 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.625. ഓക്കെ, സോ വാല്യൂ വരുന്നത് 19.77 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഗാമ സാച്ചുറേറ്റഡിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് ഇനി അടുത്ത് കാണാനുള്ളത് ഗാമ സാച്ചുറേറ്റഡ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗാമ സബ്മെർജ്ഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഗാമ സബ്മെർജ്ഡ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ് അല്ലേ. ഗാമ സബ്മെർജ്ഡ് നമ്മൾ ഗാമ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ എന്ത് വരും? 19.77 മൈനസ് 9.81 അല്ലേ. ഇപ്പോൾ വാല്യൂ വരുന്നത് 9.96 ആണ്. 9.96 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ രീതിയിലാണ് അതിൻ്റെ വാല്യൂ വരുന്നത്, ഗാമ ഡാഷിൻ്റെ വാല്യൂ വരുന്നത്. സോ ഇനി എർത്ത് പ്രഷർ ഡയഗ്രാം എങ്ങനെ വരും? റഫായിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ ആണ്. 6 മീറ്റർ. അപ്പോൾ അതിൽ മുകൾക്ക് വാട്ടർ ടേബിൾ മുകളിലോട്ട് റൈസ് ചെയ്യുന്ന സമയത്ത് അല്ലേ എർത്ത് പ്രഷർ ഡയഗ്രാം എങ്ങനെ വരുന്നത്? എർത്ത് പ്രഷർ ഡയഗ്രാം വരുന്നത് ഈ ഒരു രീതിയിലാണ് എർത്ത് പ്രഷർ ഡയഗ്രാം വരിക. അപ്പോൾ അതിൽ ഇത് PA1 എന്ന് ഡിനോട്ട് ചെയ്യാം, ഇത് PA2. ഈ ഒരു ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഹൈറ്റ് ഓഫ് ദ റിട്ടേണിംഗ് വാൾ തന്നെയാണ് അല്ലേ. ഹൈറ്റ് ഓഫ് ദ റിട്ടേണിംഗ് വാൾ അത് 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി PA1 കാണേണ്ടതുണ്ട്. സോ PA1 എന്താണ്? PA1 ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു എച്ച്, KA ഗാമ ഡാഷ് ഇൻറ്റു എച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗാമ ഡാഷ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ PA2 എന്താണ്? സിംപ്ലി ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് നോക്കാം. KA നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ അത് 1/3 ആണ് അല്ലേ. 0.33 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗാമ ഡാഷിൻ്റെ വാല്യൂ 9.96 അല്ലേ. നമ്മൾ ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻറ്റു 6 ഹൈറ്റ് ഓഫ് ദ ബാക്ക് ഫീൽഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ റീറ്റെയിനിങ് വാൾ വന്നിട്ടുള്ളത് 6 മീറ്റർ ആണ്. സോ ആൻസർ വരുന്നത് 19.92 ആണ്. 19.92 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷറാണ് നമ്മൾ പറയുന്നത്. സോ അഗൈൻ ഇവിടെ അതുപോലെ തന്നെ ഗാമ ഡബ്ല്യു 9.81 ഇൻറ്റു 6 എന്ന് വരും. സോ വാല്യൂ വരുന്നത് 58.86 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ത്രസ്റ്റ് ആണ് അല്ലേ. യെസ്, ദ ടോട്ടൽ ആക്റ്റീവ് ത്രസ്റ്റ് ആണ് ചോദ്യം. സോ എങ്ങനെ കിട്ടും? ജസ്റ്റ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ കാണേണ്ടതുണ്ട്. നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് കാണേണ്ടത്, ഏരിയ കാണേണ്ടതുണ്ട്. സോ നമുക്ക് എങ്ങനെ കിട്ടും ഏരിയ? ഈ ഒരു ഓർഡിനേറ്റ് കണ്ടെത്തിയാൽ മതി അല്ലേ. ഈ ഒരു ഓർഡിനേറ്റ് കണ്ടെത്തുക, എന്നിട്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കുക. സോ ടോട്ടൽ ത്രസ്റ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഹൈറ്റ് വരുന്നിട്ടുള്ളത് 6 ആണ്. അതുപോലെ ഈ ഒരു ഓർഡിനേറ്റ് വന്നിട്ടുള്ളത് എന്താണ്? ഇത് 19.92 പ്ലസ് 58.86 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 236.34 ആണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ് ഇത് അല്ലേ. PA1 ഈക്വൽ ടു KA ഗാമ ഡാഷ് ഇൻറ്റു എച്ച്, അതുപോലെ PA2 ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് വരുന്നത് ഈ ഒരു ഗാമ ഡാഷ് കാണുമ്പോഴാണ് അല്ലേ. ഗാമ ഡാഷ് കാണാനാണ് അധികം സ്റ്റെപ്സ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഗാമ ഡാഷ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഗാമ സാച്ചുറേറ്റഡ് കണ്ടു. അപ്പോൾ ഗാമ സാച്ചുറേറ്റഡ് കാണാൻ വേണ്ടി നമ്മൾ അതിന് മുന്നേ വോയിഡ് റേഷ്യോ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തുന്നത് ഈ ഒരു ബേസിക് ഇക്വേഷൻ എന്നാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ വിത്ത് നീറ്റ് സ്കെച്ച്. അറ്റ് വാട്ട് കണ്ടീഷൻസ് റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ആർ റെക്കമെൻഡഡ്.
ഓക്കെ, അപ്പോൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷനാണ്. നമ്മൾ നേരത്തെ ഷാലോ ഫൗണ്ടേഷനും ഡീപ് ഫൗണ്ടേഷനും പറഞ്ഞു അല്ലേ? ഷാലോ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നിട്ടുള്ളത്? ഷാലോ ഫൗണ്ടേഷനിൽ വന്നിട്ടുള്ളതാണ് ഒന്ന് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഫൂട്ടിങ്, പിന്നെ വന്നിട്ടുള്ളതാണ് സ്ട്രാപ്പ് ഫൂട്ടിങ്. അതുപോലെ അതിൽ വന്നിട്ടുള്ളതാണ് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നുള്ളത് പറയാം. The raft foundation is a large single continuous concrete slab, typically in a square or rectangular shape. Okay, spread over the large area of soil and it supports all the load of the building and transfers it to the soil. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങും ഇതും തമ്മിലുള്ള മാറ്റം എന്താ? നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ബീംസും കോളംസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓരോ കോളത്തിനും നമ്മൾ സെപ്പറേറ്റഡ് ഫൂട്ടിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ഐസൊലേറ്റഡ് ഫൂട്ടിങ് എന്ന് പറയാം. അതേ സമയത്ത് എല്ലാ കോളത്തിൻ്റെ ലോഡും കൂടെ ഒറ്റ സ്ലാബിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ലാബ് ടൈപ്പ് ഫൗണ്ടേഷനാണ് എന്ത് പറയുന്നത്? മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്താണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ? ഈസ് എ ലാർജ് സിംഗിൾ കണ്ടിന്യൂസ് കോൺക്രീറ്റ് സ്ലാബ്. ഒരു കോൺക്രീറ്റ് സ്ലാബാണ്. എങ്ങനെയാണ്? typically in a square or rectangular shape spread over the large area of soil. It supports all loads of the building and transfers it to the soil. Okay, അടുത്ത എന്താണ്? റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ആർ സ്ലാബ് ദാറ്റ് കവർ എ വൈഡ് ഏരിയ. ഓഫൺ ഇത് സെയിം പോയിന്റ് തന്നെയാണ്, വേറെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ആർ സ്ലാബ് ദാറ്റ് കവർ എ വൈഡ് ഏരിയ, ഓഫൺ ദ എൻറ്റയർ ഫുട് പ്രിന്റ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ആർ suitable where ground conditions are poor. ഗ്രൗണ്ട് കണ്ടീഷൻസ് പുവർ ആകുന്ന സമയത്ത്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഈസ് ലൈക്ലി ഓർ വെയർ ഇറ്റ് മേ ബി ഇംപ്രാക്ടിക്കൽ ടു ക്രിയേറ്റ് ഇൻഡിവിജ്വൽ സ്ട്രിപ്പ് ഓർ പാഡ് ഫൗണ്ടേഷൻസ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലോഡ്. അപ്പോൾ ഇതാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇനി അത് ഏതെല്ലാം കേസുകളിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ ഫിഗർ ഒന്ന് കാണിക്കാം. ഓക്കെ, നോക്ക്. ഇതൊരു ആക്ച്വൽ സൈറ്റ് കണ്ടീഷനിൽ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ റെയിൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൊരു ഫിഗറാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരയ്ക്കേണ്ടുന്ന ഒരു ഫിഗറാണ് ഇത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ താഴെ കാണുന്ന ഈ സ്ലാബാണ് എന്ത്? റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് മുകളിൽ ബീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബീംസിലോട്ടാണ് എന്ത് വരുന്നത്? കോളത്തിൻ്റെ ലോഡ് വരിക. ഓക്കെ, നോക്ക്. അപ്പോൾ ഇതൊരു പ്ലാൻ വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാൻ വ്യൂ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബേസിൽ ഇതുപോലൊരു സ്ലാബ് ഉണ്ടാവും. താഴെ അതിന് മുകളിലാണ് ബീംസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ബീമിലോട്ടാണ് കോളത്തിൻ്റെ ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ കോൺക്രീറ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്, ബീമിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്, പിന്നെ അതിലോട്ട് കോളത്തിൻ്റെ ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ കണ്ടീഷൻസ് അല്ലേ, ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. നോക്കാം. എന്താണ് കണ്ടീഷൻസ് ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ? എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോയിലിൻ്റെ കണ്ടീഷനാണ് ആദ്യം പറയുന്നിട്ടുള്ളത് അല്ലേ. ദ സോയിൽ ഹാസ് എ ലോ ബിയറിംഗ് കപ്പാസിറ്റി. സോയിലിന് ലോ ബിയറിംഗ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏരിയ കൂട്ടും അല്ലേ. നമുക്കറിയാം ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങും ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് ഏരിയ കൂടുതൽ? അത് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സ്ഥലങ്ങൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഏരിയ കൂടുന്ന സമയത്ത് ഇൻറ്റൻസിറ്റി കുറയും. ഓക്കെ, അടുത്തതെന്താണ്? ലോഡ് ഓഫ് ദ സ്ട്രക്ചർ ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലാർജ് ഏരിയ. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്തത്, ഇൻഡിവിജ്വൽ ഓർ എനി അതർ ഫൗണ്ടേഷൻ ഏരിയ വുഡ് അപ്രോക്സിമേറ്റ്ലി കവർ 50% ഓഫ് ദ ടോട്ടൽ ഗ്രൗണ്ട് ഏരിയ ബിനത്ത് ദ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽ ഫൂട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുന്ന സമയത്ത് അത് 50% ഏരിയയ്ക്ക് മുകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എക്കണോമിക്കലായിട്ടുള്ളത് എന്താണ്? അത് മാറ്റ് ഫൗണ്ടേഷനാണ്. അടുത്തത്, ദ കോളംസ് ഓർ വാൾസ് ആർ പ്ലേസ്ഡ് സോ ക്ലോസ്ലി ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് വുഡ് ഓവർലാപ്പ്. ഇപ്പോൾ രണ്ട് കോളങ്ങൾ അല്ലെങ്കിൽ അധികം അടുത്തടുത്ത് വരുന്ന വാൾസുകൾ തമ്മിൽ അല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഓവർലാപ്പിംഗ് വരുന്ന സമയത്ത് എന്താണ്? ഈ ഒരു മാറ്റ് ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്തത് there is a possibility of differential settlement in case of individual footings is used. അപ്പോൾ സോയിലിൻ്റെ കണ്ടീഷന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, എന്താ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് പല ഫൂട്ടിങ്ങും പല രീതിയിലാണ് സെറ്റിൽമെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെ പല റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതും നമുക്ക് ഇതുവഴി തടയാനായിട്ട് പറ്റും. അടുത്തത് വെൻ സോയിൽ സ്റ്റാറ്റ് ആർ അൺപ്രഡിക്റ്റബിൾ ആൻഡ് കണ്ടെയ്ൻ പോക്കറ്റ്സ് ഓഫ് കംപ്രസിബിൾ സോയിൽ. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ലാസ്റ്റ് ബേസ്മെൻറ്റ് ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ്. അപ്പോൾ നമുക്കറിയാം ഹൈ റൈസ് ബിൽഡിങ്സിനൊക്കെ എന്ത് വേണ്ടി വരും, ബേസ്മെൻറ്റ് വേണ്ടി വരും അല്ലേ, പാർക്കിംഗ് അതുപോലെ ബാക്കിയുള്ള അതർ യൂട്ടിലിറ്റി സ്പേസുകൾക്ക് വേണ്ടിയിട്ട് ബേസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് അല്ലേ. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്താണെന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫിഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ കണ്ടീഷൻസ് അല്ലേ, എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഡിഫൈൻ ദ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് ഇൻ കോസീവ് സോയിൽ ആൻഡ് റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ഇവാലുവേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അപ്പോൾ എന്താണ് ടെൻഷൻ ക്രാക്ക് എന്നും അതിൻ്റെ ഒരു എക്സ്പ്രഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടെൻഷൻ ക്രാക്ക് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് കോസീവ് സോയിലാണ്. ഓക്കെ, നമുക്ക് ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഒരു പ്രഷർ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്ക്, ഈ ഒരു രീതിയിലാണ് അല്ലേ പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ് സൈന് വന്നിട്ടുള്ളത്, അതിന് മുകളിൽ എന്താ വന്നിട്ടുള്ളത് നെഗറ്റീവാണ് അല്ലേ, നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ത് വന്നിട്ടുണ്ടാവും, സീറോ വാല്യൂ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സീറോ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള ഡെപ്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം എന്താണ്. ക്രാക്സ് അപ്പിയറിംഗ് അറ്റ് ദ സർഫസ് ഓഫ് എ soil mass often occur adjacent to a retaining wall or top of a slope where they influence the stability analysis. ഓക്കെ, അപ്പോൾ റീറ്റൈനിങ് വാളിൻ്റെ ടോപ്പിൽ എന്ന് പറയുന്ന സമയത്ത് സോയിലിനോട് ചേർന്ന് അല്ലെങ്കിൽ സോയിലിൽ വരുന്ന ക്രാക്കാണ് എങ്ങനെയാണ് വരുന്നത്, റീറ്റൈനിങ് വാളിനോട് ചേർന്നിട്ട് വന്നിട്ടുള്ള ക്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെൻഷൻ ക്രാക്ക് എന്ന് പറയാം. ഇനി അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ എക്സ്പ്രഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈക്വേഷൻ ഒന്ന് എഴുതി നോക്കാം അല്ലേ. ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് PA equal to KA ഗാമ Z മൈനസ് 2C' ഇൻറ്റു റൂട്ട് KA. അപ്പോൾ കോസീവ് സോയിലിൻ്റെ ഒരു സ്പെഷ്യൽ ഇക്വേഷനാണ് കേട്ടോ ഇത്. കോസീവ് സോയിലിൻ്റെ ഇക്വേഷനാണ്. കോസീവ് സോയിലിലെ ആക്റ്റീവ് എർത്ത് പ്രഷർ കാണുന്ന ഇക്വേഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്കിൽ അതിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ വാല്യൂ 0 ആണ്, കാരണം ഇവിടെ ഓർഡിനേറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷനോട്ട് നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. സോ എന്ത് വരും, PA ഈക്വൽ ടു, അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് പറയുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് Z ഈക്വൽ ടു 0 അല്ലേ. ഈ പോയിന്റിൽ എന്താണ്, അത് നെഗറ്റീവ് ആണ്, പിന്നീട് അത് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് 0 ആകുന്നുണ്ടാവും. സോ ആ പോയിന്റ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. സോ അത് ഇക്വേറ്റ് ചെയ്തു, KA ഇൻറ്റു ഗാമ Z മൈനസ് 2C' ഇൻറ്റു റൂട്ട് KA ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. അതുവഴി നമുക്ക് എന്ത് കിട്ടും, സെഡിനൊരു വാല്യൂ കിട്ടും അല്ലേ. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സെഡിനൊരു വാല്യൂ കിട്ടും. അതാണ് എന്ത് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക്. സോ ZC ഈക്വൽ ടു 2C' ഇൻറ്റു റൂട്ട് KA ഡിവൈഡ് ബൈ KA ഇൻറ്റു ഗാമ. ഓക്കെ, പിന്നെ ഈ ഒരു റൂട്ട് KA അതുപോലെ ഇവിടെ ഒരു റൂട്ട് KA ഉണ്ടാവും, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി റൂട്ട് KA ഒന്നുകൂടെ ഉണ്ടാവും. സോ 2C' ബൈ ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് KA. ഇനി KA ഈക്വൽ ടു എന്താണ് നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 1 മൈനസ് N5 ആണ്. സോ N5 എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഡിനോട്ട്സ് ദ ഫ്ലോ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു tan സ്ക്വയർ 45 പ്ലസ് 5/2. ഓക്കെ, ഇനി ആ ഒരു എക്സ്പ്രഷൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ KAക്ക് പകരം 1/N5 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ, ദാറ്റ് ഈസ് ZC ഈക്വൽ ടു 2C' ബൈ ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് N5. ഓക്കെ, ദ അബവ് ഡെപ്ത് ഈസ് നോൺ ആസ് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊഡ്യൂൾ 1-ത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. നമ്മൾ അടുത്ത സെഷനിൽ